നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിലെ പ്രശ്നം അത് പരിഹരിക്കപ്പെടാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദയനീയമായൊരു സാഹചര്യം കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണാൻ സാധിച്ചത്. ഇന്നും അതുതന്നെയാണ്. ശബരിമല ഭക്തർ മണിക്കൂറുകളോളം വഴിയിൽ കുടുങ്ങിയ ഒരു സാഹചര്യം, വളരെ പരിതാപകരമായ ഒരവസ്ഥ. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് അവധി ദിനമായിട്ട് പോലും സ്പെഷ്യൽ സിറ്റിംഗ് നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ഇന്ന് സിറ്റിംഗ് നടത്തി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്ന ശക്തമായ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. 5ഓളം ഇടങ്ങളിൽ ശബരിമലയിലെ തിരക്ക് കാരണം ഭക്തരെ തടഞ്ഞു നിർത്തിയെന്ന് കോടതിയെ സർക്കാർ തന്നെ അറിയിച്ചിട്ടുണ്ട്. അടിയന്തരമായി അതുകൊണ്ട് സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള ആവശ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. തീർത്ഥാടകർ മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കുകയും അവർക്ക് പലപ്പോഴും ഭക്ഷണവും വെള്ളവുമില്ലാത്തൊരു സ്ഥിതിയാണെന്നും പരാതി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ചാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. നിലവിൽ ഇതൊന്നുമില്ല എന്നുള്ള പരാതി ഭക്തർ മുൻപ് മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. അവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി തുറന്നു പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ജനങ്ങൾക്കിടയിലേക്ക് ഈ വിഷയം എത്തിച്ചേർന്നതും ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയതും. പൊൻകുന്നം, കോട്ടയം, പാല അടക്കമുള്ള സ്ഥലങ്ങളിൽ തടഞ്ഞു വെച്ചിരിക്കുന്ന ഭക്തർക്ക് അടിയന്തരമായി തന്നെ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കണം. ഹൈക്കോടതി ശക്തമായ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഭക്തരുടെ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ തന്നെ പരിഹരിച്ചിരിക്കണം. ആവശ്യമെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. അത്രയധികം ഗൗരവകരമായ വിഷയമാണ്. യാതൊരു ബുക്കിങ്ങും ഇല്ലാതെ എത്തുന്നവരെ കടത്തിവിടുന്ന കാര്യത്തിൽ കർശന നിയന്ത്രണം തന്നെയാണ് സ്വീകരിക്കേണ്ടത്. പൊൻകുന്നത്ത് സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലെന്നും മണിക്കൂറുകളോളം ഇവിടെ കാത്തുകെട്ടിക്കിടന്ന ശേഷമാണ് പമ്പയിലേക്ക് തീർത്ഥാടകരെ കടത്തിവിടുന്നത് എന്നുള്ള ആരോപണം ഹർജിയിൽ പ്രധാനമായും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്ന് എരുമേലിയിലും കോട്ടയം, പൊൻകുന്നത്തും പൈക റൂട്ടിലുമൊക്കെ തന്നെ വലിയ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. 20ഓളം വാഹനങ്ങൾ വീതമായിരുന്നു കടത്തിവിട്ടുകൊണ്ടിരുന്നത്. വാഹനം പോലീസ് തടയുന്നതിൽ ശക്തമായ പ്രതിഷേധമാണ് ഭക്തർ ഉയർത്തിയിട്ടുള്ളത്. കോട്ടയത്തും വൈക്കത്തും ഭക്തർ റോഡ് ഉപരോധിക്കുന്ന സംഭവങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു. ഭക്തർക്ക് ഭക്ഷണവും വെള്ളവും കിട്ടാതെ വലയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നീക്കത്തിലേക്ക് അവർ കടന്നത്. വെള്ളം പോലും കിട്ടാത്ത സ്ഥലത്താണ് ഈ വാഹനങ്ങൾ പിടിച്ചിടുന്നത് എന്നുള്ള ആരോപണമാണ് ഭക്തർ ഉയർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. പലയിടങ്ങളിലായി 8 കിലോമീറ്ററിലധികം നീളുന്ന ഗതാഗത കുരുക്ക്, ഗതാഗത സ്തംഭനം അത് കാണുവാൻ ഇടയായിരുന്നു. പ്രതിഷേധിച്ച ഭക്തരെ ആശ്വസിപ്പിക്കാൻ പോലീസ് പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ വിഫലമായി. പലയിടത്തു നിന്നും വെള്ളവും മറ്റുമൊക്കെ ഇവർക്ക് വേണ്ടി എത്തിക്കുന്നുമുണ്ട്. പൊൻകുന്നത്ത് യാതൊരു പ്രാഥമിക സൗകര്യവുമില്ല എന്നുള്ള പരാതിയാണ് ഉയർന്നു കേട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവധി ദിനമായിട്ട് പോലും കോടതി പ്രത്യേക സിറ്റിംഗ് നടത്തിയത്. എന്നാൽ ഇപ്പോൾ ക്രിസ്മസിൻ്റെ അവധി കൂടി ആയതോടെ സമീപത്ത് കടകൾ പോലും ഇല്ലാത്തൊരവസ്ഥ വന്നു. ചായ പോലും കിട്ടാനില്ലാതെ, വെള്ളം പോലും ലഭിക്കാതെ അനേകം ഭക്തർ വഴിയിൽ കുടുങ്ങിക്കിടന്നു. കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥലത്താണ് ഈ വാഹനങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത്. തിരക്ക് കാരണം പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ തീർത്ഥാടകർക്ക് 16 മണിക്കൂറിലധികം നേരമാണ് വരിയായി നിൽക്കേണ്ടി വരുന്നത്. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾ മണിക്കൂറുകളോളം ഇങ്ങനെ വഴിയിൽ തടഞ്ഞിടുന്നത് ജനങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വിഷയമായി മാറുകയാണ്. വിമർശനം ശക്തമായി മാറുന്നു. ഭക്തർ പ്രതിഷേധത്തിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇങ്ങനെയുള്ള ഒരു വലിയ വിഷയത്തിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിനിടയിലെ ഏറ്റവും വലിയ തിരക്ക് തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ അനുഭവപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 1 ലക്ഷത്തിലധികം ആളുകൾ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.